ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വളരെ സങ്കടത്തോടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അതായത് കഴിഞ്ഞ ദിവസം വളരെ അവിചാരിതമായിട്ട് എനിക്ക് നമ്മുടെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് എത്തിപ്പെടാനുള്ളൊരു അവസരം കിട്ടുകയും അവിടെയുള്ള ദൃശ്യങ്ങൾ ഞാൻ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത്. പക്ഷേ എങ്ങനെ നമ്മളത് കാണിച്ചു തരും, അല്ലെങ്കിൽ അതിൽ ഒരു വ്ളോഗായിട്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് തീർച്ചയായിട്ടും നല്ല രൂപത്തിലുണ്ടായിരുന്നു. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മനസ്സോ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ നമുക്ക് അവിടെ നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അതായത് 300-400 പേർക്ക് വളരെ ഗുരുതരമായ നിലയിൽ അപകടം സംഭവിക്കുകയും അതിലേറെ ആൾക്കാർ മരണപ്പെടുകയും എൻ്റെ കണക്കൊന്നും ഇപ്പോഴും കൃത്യമായിട്ട് ആർക്കും അറിയാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം. കാരണം ഞാനത് നേരിൽ കണ്ടതിൻ്റെ പേരിലാണ്. നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളിലൂടെ കണ്ടുള്ള ഒന്നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചകൾ. നമ്മളവിടെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മനസ്സിൻ്റെ അവസ്ഥ, നമ്മളെ മനസ്സിൻ്റെ താളം തെറ്റുന്ന രൂപത്തിലുള്ള കാഴ്ചകളൊക്കെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. മുണ്ടക്കയിൽ രാത്രി 2 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്, ഉരുൾപൊട്ടലുണ്ടാവുന്നത്. അവിടെയുള്ള നാട്ടുകാരൊക്കെ അപ്പം തന്നെ അവിടെ എത്തിച്ചേരുകയും, പക്ഷേ അതോടൊപ്പം തന്നെ 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ ഫയർഫോഴ്സും അങ്ങനത്തെ യൂണിറ്റ് സംഭവങ്ങളൊക്കെ ഈ മുണ്ടക്കൈ കഴിഞ്ഞ് ചൂരൽമല അല്ലെങ്കിൽ പുഞ്ചിരിവട്ടം എന്ന് പറയുന്ന വെള്ളാർമല ഗ്രാമത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഒക്കെ ഓടിയെത്തി. അങ്ങോട്ട് എത്തിപ്പെടാന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു റിസ്ക് പിടിച്ചൊരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ഈ വെള്ളാർമല, ആ സ്കൂളൊക്കെ ഉള്ള ഭാഗത്തെ വെള്ളാർമല ഗ്രാമത്തിൻ്റെ ആ ഒരു പാലം തകർന്നു പോയോടുകൂടിയിട്ട് ജനങ്ങൾക്കെല്ലാം അവിടെ നിന്നൊരു കാഴ്ചക്കാരാവാനേ കഴിഞ്ഞുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങോട്ട് കടക്കാൻ കഴിയാത്തൊരവസ്ഥ. വെള്ളാർമല ഗ്രാമത്തിൻ്റെ ആ പാലം കടന്നാൽ മാത്രമേ ഈ ഒരു അപകട സ്ഥലത്തേക്ക് കടന്ന് അവിടെ രക്ഷാപ്രവർത്തനം എന്തെങ്കിലും നടത്താൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇത് ഈ വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതോ TV-യിൽ കാണുന്ന പോലെ വെള്ളമല്ല ഈ ചൂരൽമലയിൽ നിന്ന് വെള്ളമല്ല ഒരിക്കലും കടന്നൊലിച്ച് വന്നത്. ഈ ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്ത പോലത്തുള്ള ഒരു സംഭവമാണ്. അതായത് ചെമ്മണ്ണും കല്ലും പൊടിയും എല്ലാം കൂടിയിട്ട് ഇളകി മറിഞ്ഞൊരു കുഴമ്പ് രൂപത്തിലുള്ളൊരു സംഭവമാണ്. അതിലേറെ ഇഷ്ടംപോലെ പാറകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉരുളങ്കല്ലുകൾ നമ്മൾ TV-യിൽ കാണുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു സൈസ് അല്ല കല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ഒരു ഏറ്റവും ചെറിയ കല്ല് എന്ന് പറയുന്നതിൻ്റെ വലിപ്പം തന്നെ നമുക്ക് അതിൽ കാണുന്നതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്തുള്ളൊരു സംഭവമാണ്. ഉരുൾപൊട്ടലുണ്ടായിട്ട് ആ ഒരു പാറയും മരങ്ങളും ചെളിയും എല്ലാം കൂടി ഒലിച്ച് വരുമ്പോൾ അതോടൊപ്പം പറ്റാത്ത അവരെ നിലവിളിയും ബഹളങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കാഴ്ചകളൊക്കെയാണ് അത്രയും അവിടുത്തെ സാക്ഷികൾക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. അത് 5-10 പേരൊന്നല്ല, 10-200 പേര് അല്ലെങ്കിൽ 10-300 പേര്. ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് എത്ര പേര് ഈ മണ്ണിനടിയിലുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഏകദേശം ഒരാളുടെ ഹൈറ്റിൽ നമുക്ക് ഈ വെള്ളാർമല ഗ്രാമത്തിൻ്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തൊക്കെ ഉള്ള ആ ഒരു മുൻ വീഡിയോയിൽ അല്ലെങ്കിൽ മുന്നത്തെ കാഴ്ചകൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ കാണുന്ന ആ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു എത്രത്തോളം ഹൈറ്റിൽ ഈ ഒരു ഉരുൾപൊട്ടലിലൂടെ മണ്ണും ചെളിയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എത്രയോ ആൾക്കാരാണ് പെട്ടുകിടക്കുന്നത് എന്നുള്ളതൊന്നും ഇപ്പോഴും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതൊന്നും നമുക്ക് വിലയിരുത്താനോ അല്ലെങ്കിൽ കണ്ടെത്താനോ കഴിയാത്തൊരു സാഹചര്യം പൂർണ്ണമായിട്ട് എത്തിക്കഴിഞ്ഞു. ഈ ഉരുൾപൊട്ടലിൽ നിന്ന് അതിജീവിച്ചിട്ട് ഇപ്പോൾ ആശുപത്രികളിൽ ഒരുപാട് പേര് ഏകദേശം ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അവർക്കിടയിലുള്ള ഒരു ചോദ്യം, ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് ജീവിക്കേണ്ടത്, ആർക്ക് വേണ്ടി ജീവിക്കണം, ഞങ്ങൾക്ക് ആരുണ്ട്, വീടില്ല, ഇത്ര കാലം അധ്വാനിച്ചുണ്ടാക്കിയ കുടുംബം വീടില്ലാതായി പോയവരും സ്വത്തില്ലാതായി പോയവരും, അതിലുപരി സ്വന്തം കുടുംബത്തെ മറ്റംഗങ്ങളെ നഷ്ടപ്പെട്ടവർ, പിന്നെ അനാഥരായൊരു 10-30-40 പിള്ളേരോളം അനാഥരായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവരൊക്കെ പലവരും ദത്തെടുക്കാൻ
തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഇനിയും അങ്ങനെ ഒരു ചിന്താഗതി പോവാത്ത ആരെങ്കിലും കൂടി ദത്തെടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. കാരണം പിഞ്ചു മക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇനി ഒരു ഡിസ്ചാർജ് കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അത് ഇതാണ്, എങ്ങോട്ട് പോവും? വീടില്ല. ഒരു ക്യാമ്പിൽ പോയിട്ട് അവർക്ക് ഇനി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ മാനസികമായിട്ട് അവരനുഭവിക്കുന്ന ആ ഒരു വേദന നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന അത്രയേ ഉള്ളൂ. എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു പോയവരുടെ അവസ്ഥ എന്നൊക്കെ പറയണത് ഇനി ആ ഒരു നാട്ടിലോട്ട് അവർ തിരിച്ചു പോക്കുണ്ടാവില്ല. അവർ ഇത്ര കാലം ജീവിച്ച ജീവിത രീതിയായിരിക്കില്ല മുന്നോട്ട്. അവിടെ പോയി കഴിഞ്ഞ് നമ്മൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് ദൈവം ഇത്രയും വലിയൊരു ക്രൂരത ഈ പാവങ്ങൾക്ക് നൽകിയ, ഈ ഒരു ജനങ്ങൾക്ക് നൽകിയ എന്നുള്ളൊരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരിലും ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരുപാട് വട്ടം മനസ്സിൽ വന്നൊരു ചോദ്യത്താണ്, എന്തിനാണ് ദൈവം ഇത്രയും വലിയൊരു ക്രൂരത ഈ പാവങ്ങൾക്ക് നൽകിയെന്നുള്ളത്. എന്തായാലും നമുക്കെല്ലാവർക്കും ഒരു കൈത്താങ്ങായിട്ട് നിൽക്കാം. ഓരോരുത്തർക്കും കഴിയുന്ന വിധം ഒന്നില്ല അവിടെ ഇനിയിപ്പോൾ സഹായങ്ങളായിട്ടൊന്നുമില്ല. എല്ലാ ക്യാമ്പുകളിലും ആവശ്യത്തിലേറെ ഒരുപാട് ഭാഗത്തു നിന്നും ആവശ്യത്തിലേറെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളായാലും വസ്ത്രങ്ങളായിട്ടും മറ്റു എല്ലാവിധ സാമഗ്രികളായിട്ടും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ കളക്ടറിൻ്റെ ഉത്തരവുണ്ട്, ഇനി തീർച്ചയായിട്ടും ഒന്നും ആരും എത്തിക്കരുത് എന്നുള്ളൊരു ഓർഡർ വന്നിട്ടുണ്ട്. സ്വീകരിക്കുന്നതല്ല. കാരണം ഇതിന് മറ്റൊരു വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൽപ്പറ്റ കഴിഞ്ഞ് മേപ്പാടിയിലും ചൂരൽമലയിലൊക്കെ ഇപ്പോഴും നശിക്കാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്കൊന്നും ജീവിക്കാൻ വകയില്ലാത്തൊരവസ്ഥയായി. കാരണം അത്രയേറെ സംഭവങ്ങൾ ക്യാമ്പുകളിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട വീടുകളിലോട്ടൊക്കെ കിറ്റായിട്ടും അതായിട്ടൊക്കെ നൽകുന്നുണ്ട് പല സംഘടനകളും. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, കടകളും കച്ചവടങ്ങളും നടത്തുന്നവർക്ക് പോലും കച്ചവടമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി ഒരുപാട് നാൾ നീണ്ടു നിൽക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെ ആ ഒരു പ്രദേശത്തുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും എത്തിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയത്. അത് അവിടുത്തെ ഒരുപാട് പ്രവർത്തകർ അതിനുവേണ്ടി നല്ലപോലെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് കാണാൻ കഴിഞ്ഞതും അറിയാൻ കഴിഞ്ഞതും. അപ്പോൾ അതൊക്കെ നല്ല രൂപത്തിൽ നടക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളുടെ സൈനികർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പാലം നിർമ്മിച്ച് അതുകൊണ്ടാണ് കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ സുഖകരമായ രൂപത്തിൽ ചെയ്യാൻ പറ്റിയത് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ ഒരു സമയത്ത് കാലെടുത്ത് വെക്കാൻ പറ്റില്ല അങ്ങോട്ട്. കാരണം നമുക്ക് അരയ്ക്കൊപ്പം ഈ ചെളി വന്ന് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മളതിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് താഴ്ന്നു പോണ അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കയറിൽ റോപ്പിലൊക്കെ തൂങ്ങി പോയിട്ടാണ് ഓരോരുത്തരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നത്. ഏതായാലും ഇങ്ങനൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഇനി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.